നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. സാമ്പത്തിക സാക്ഷരതയുടെ അഭാവം കാരണം കേരളത്തിൽ ചെറുപ്പക്കാർക്ക് പോലും വലിയ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അവരുടെ നേട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സാക്ഷരത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിലേക്ക് എങ്ങനെയാണ് അത് എത്തിക്കുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ഈ ചർച്ചയ്ക്കായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് KGR ഫിൻവെസ്റ്റിൻ്റെ CEO ശ്രീ R രജിരാജാണ്. സ്വാഗതം സാർ ഈ പരിപാടിയിലേക്ക്. ആദ്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം, ഫിനാൻഷ്യൽ ഫ്രീഡം, എന്താണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം? ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് നമുക്കൊരു 6 മാസം സാലറി ഇല്ല, അല്ലെങ്കിൽ അടുത്ത വരുന്ന 2-3 മാസങ്ങളിൽ എന്തെങ്കിലും ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ വന്നുപോയി. ആ സമയത്ത് നമുക്കൊരു നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ EMI അടയ്ക്കാനുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ ട്യൂഷൻ ഫീ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് നമ്മുടെ കയ്യിൽ റിസർവ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് എടുക്കാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അതായത് നമുക്കൊരു ആരോടത്തും പോയി കൈ നീട്ടാതെ നമ്മളുടെ പോക്കറ്റിലുള്ള പൈസ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട്, സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 വയസ്സ് അല്ല 60 വയസ്സ്, പല പ്രായത്തിലല്ലേ ഇപ്പോൾ റിട്ടയർമെൻറ്റ്. എർലി റിട്ടയർമെൻ്റ് ഉണ്ട്, 60 വയസ്സിന് ശേഷം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഏത് ഏജിലും നമുക്ക് റിട്ടയർ ചെയ്യാനായിട്ട് പറ്റുന്നൊരു സിറ്റുവേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം. അതായത് 56 വയസ്സായിരിക്കും ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് റിട്ടയർമെൻറ്റ്, ചിലയിടത്ത് 60 ഉണ്ടാവും. അപ്പോൾ ഒരു 45 വയസ്സിൽ ഒരാളിന് റിട്ടയർ ചെയ്യണം, അല്ലെങ്കിൽ ആൾക്ക് പിന്നീട് മനസ്സിൽ മാറ്റിവെച്ച ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പോകണം. അപ്പം നമ്മൾ ആക്റ്റീവായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന അതിൽ നിന്ന് കിട്ടുന്ന ഒരു ക്യാഷ് ഫ്ലോ നിന്നും അതേ സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒട്ടും താഴെ പോവാതെ തന്നെ പിന്നെയും നമ്മൾ അതേ ലൈഫ് സ്റ്റൈലിൽ പിന്നെയും ജീവിച്ചു പോകുന്നു. എന്നാൽ ഒരു ജോലി അതിന് വേണ്ടിയിട്ട് ഒരു ആക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്തൊരു ഇൻകം ഉണ്ടാക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയാം. അതായത് വളരെ സിമ്പിളായിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്താനൊന്നും പറ്റത്തില്ല. അതായത് നമ്മൾ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ട് കുറച്ച് ലോങ് ടൈമിലേക്ക് സേവ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ നമ്മൾ എന്തെങ്കിലും എത്താൻ പറ്റൂ. ഇത് കേട്ട് തമസപ്പ് അടിച്ച് പോകുന്നത് പോലെ അല്ല, നമ്മൾ ഇത് ആ ഒരു ഡിസിപ്ലിനിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പ്ലാനിങ് ഇതിന് ആവശ്യമാണ് അല്ലേ? എക്സാക്ട്ലി. അതായത് നമ്മൾ പൈസ കിട്ടുമ്പോഴത്തേക്ക് അത് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി സാധാരണ നമ്മുടെ സൊസൈറ്റിയുടെ ഇടയിലുണ്ട്. എസ്പെഷ്യലി മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ നിൽക്കുമ്പോൾ എസ്പെഷ്യലി ചിലപ്പം പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ പുറത്തോട്ട് പോയി നിൽക്കും, ഒരു NRI അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഡിസിപ്ലിൻ വരുന്നത് പലരോടും സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, അവർ പറയുന്ന എക്സ്പീരിയൻസ്. കാര്യം നാട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് പല പല കാര്യങ്ങളും നമ്മൾ ഡെയിലി സ്പെൻഡ് ചെയ്തങ്ങ് പോകും. സർപ്ലസിനെ കുറിച്ചിട്ട് ആലോചിക്കില്ല, നോക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ സർപ്ലസ് ഉണ്ടാക്കിയെടുക്കേണ്ട അവരവിടെ തന്നെ ബാധ്യതയാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ ജോലി കിട്ടുന്ന ഫസ്റ്റ് ഡേ മുതൽ തന്നെ നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ട കാര്യമാണ്. സം ഡേ വി ഹാവ് ടു റിട്ടയർ. എല്ലാവർക്കും ഒരു ദിവസം നമുക്ക് റിട്ടയർ ചെയ്ത് മാറ്റിവെച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് തുടങ്ങണമല്ലോ. അപ്പം ഫോഴ്സ്ഫുള്ളി നമ്മളൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് ഫാമിലിനെ റൺ ചെയ്യണം, നമ്മളെ കാര്യങ്ങൾ നോക്കണം, ട്യൂഷൻ ഫീ, ഒരുപാട് ബാധ്യതകളുണ്ട്. ഇതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്റ്റീവായിട്ടൊരു വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെന്ന് നിർത്തുന്നു, അന്ന് നമുക്ക് ഈ പറഞ്ഞ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഒരു ബാധ്യതയില്ലാതെ നമുക്ക് ലൈഫ് മുന്നോട്ട് പിന്നെയും ലൈഫ് സ്റ്റൈൽ ഒട്ടും കുറയാതെ കൊണ്ടുപോകും. ഈ അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. സർപ്ലസ് ഉണ്ടാക്കി നമ്മൾ വെച്ചാൽ അതിൽ നിന്ന് എടുത്ത് നമുക്ക് വിത്ത് കുത്തി തിന്നരുതെന്ന് പണ്ടുള്ള ആൾക്കാർ പറയും. അത് വിത്തിന് വെച്ചിരിക്കുന്ന സാധനം അതിനു വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അല്ല സ്പെൻഡ് ചെയ്ത് തീർക്കാതിരിക്കുക. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം. ഇങ്ങനെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് വരുമാനം വരാനാകാത്ത അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു വിഷയം വരുന്നത് ഈ ഒരു റിട്ടയർമെൻറ്റിൽ മാത്രമല്ലല്ലോ. ഇപ്പോൾ ഈ കോവിഡ് പോലത്തുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഓവർകം ചെയ്ത് വന്നതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ താൽക്കാലികമായി ഈ ജോലിയോ അല്ലെങ്കിൽ വരുമാനമോ ഒന്നും നിലച്ചു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു ടെമ്പററി ക്രൈസിസ് എങ്ങനെ മീറ്റ് ചെയ്യാം? അതും ഇതിൻ്റെ ഭാഗമാണോ? അതായത് ശരിക്കും ഇങ്ങനത്തെ അൺസർട്ടൺ സിറ്റുവേഷൻസ് എല്ലാവരുടെ ലൈഫിലും എപ്പോഴും വേണമെങ്കിലും വരാം. രാജ്യങ്ങൾക്ക് വരുന്നു, പിന്നെയാണോ ഒരു ഇൻഡിവിജ്വലിന് വരാതിരിക്കാനായിട്ടുള്ള കാരണങ്ങളൊന്നും. ഇപ്പം തന്നെ നമ്മളൊരു ക്രൈസിസിലൂടെ ലോകം തന്നെ കടന്നു പോവാണ്. കോവിഡിനേക്കാളും വലിയൊരു ഇഷ്യൂ പിന്നെ വരില്ല എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലെ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്പെൻഡിങ് പവർ കുറഞ്ഞുകൊണ്ട്, ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ കമ്മ്യൂണിറ്റിയിൽ ശരിക്കും പറഞ്ഞ ആൾക്കാർ പെട്ടെന്ന് അങ്ങോട്ട്
മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ ചിലവാക്കിക്കൊണ്ടിരുന്ന 100 രൂപ അടുത്ത ദിവസം കൊണ്ടുപോയി ചിലവാക്കാനായിട്ട് സെയിം ക്വാണ്ടിറ്റി സെയിം പ്രോഡക്റ്റ് വാങ്ങാൻ നോക്കുമ്പോൾ കിട്ടില്ല. അത് 100 ഗ്രാം സാധനം വാങ്ങാനായിട്ട് 100 രൂപ കൊണ്ടുപോയി. ഈ 100 ഗ്രാമിന് പകരം നമുക്ക് 50 ഗ്രാമോ അല്ലെങ്കിൽ 40 ഗ്രാമോ ആയിട്ട് കുറയും, ക്വാണ്ടിറ്റി കുറയും. പ്രൈസിൽ വന്ന ഡിഫറൻസ് കാരണം നമ്മൾ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ കുറയ്ക്കേണ്ടി വന്നു. ഇപ്പം ഒരു മാസം ഒരു 500 കിലോമീറ്റർ യാത്ര ചെയ്തിരുന്ന ആൾ ഒരു മാസം ബിസിനസ്സിലെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ സ്പെൻഡിങ് രീതികൾ പിന്നെ കുറയും. കാര്യം പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കൂടി, റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസും കൂടി, ടയറിൻ്റെ വില കൂടി കാണും, അല്ലെങ്കിൽ എന്തൊക്കെയുണ്ടോ ഈ ഇൻഫ്ലേഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഡയറക്ട്ലി പോയി. അതായത് നമ്മുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കുറയ്ക്കുന്ന ഒരു സാധനമാണ് പണപ്പെരുപ്പം, അതായത് ഇൻഫ്ലേഷൻ എല്ലാവരും മനസ്സിലാക്കി സീരിയസ് ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുത്തേ പറ്റൂ. വേറെ ഗവൺമെന്റിന് കുറ്റം പറയാൻ പറ്റില്ല. ലോകത്ത് ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കുറയ്ക്കേണ്ടി വരും ഫോഴ്സ്ഫുള്ളി. അതിനാരെയും കുറ്റം പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാൻ പറ്റില്ല. കമ്പനികൾ ഈ ഇങ്ങനത്തെ ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് കമ്പനിയുടെ സാലറി റിഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ലേ ഓഫ് പ്രഖ്യാപിക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രിക്കോഷൻ എടുക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടും കൂടാണ് നമ്മൾ ഈ സർപ്ലസ് മാറ്റിവെച്ച് ജോലിയിൽ എൻ്റർ ചെയ്യുന്ന അന്ന് മുതൽ തന്നെ നമ്മൾ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുക, അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. അതാണ് ഈ സാധാരണ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ആദ്യം വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ജൂനിയർ ലെവൽ ജോലികളായിരിക്കും ലഭിക്കുക. അതിന് താരതമ്യേന വരുമാനം കുറവുമായിരിക്കും. അപ്പോൾ അവർ പതിയെ പതിയെ ഒരു ഹൈ ഇൻകമത്തിലേക്ക് എത്തുന്നു, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്ലാനിങ് ഈ ചെറിയ തുക കിട്ടുന്ന ആ ഘട്ടം മുതൽ തന്നെ വേണമോ, അതോ കരിയറിൽ പീക്ക് എത്തുമ്പോഴാണോ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ടോപ്പിക് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതായത് ഒരാളിന് ജോലി കിട്ടുന്നു 23-ാമത്തെ വയസ്സിൽ, ഇപ്പോൾ PG കഴിഞ്ഞിട്ട് ഒരാളിന് ജോലിയിലേക്ക് എൻട്രി ആണ്, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി, അല്ലെങ്കിൽ ആൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച ജോലിയാണ്, അല്ലെങ്കിൽ വിദേശത്ത് പോയി, എന്ത് ജോലിയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണ്. ഇൻകം എന്ന് കിട്ടി തുടങ്ങുന്നോ അതിൽ നമ്മൾക്ക് ഫസ്റ്റ് സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ആദ്യത്തെ മാസം മുതൽ തന്നെ കുറച്ച് പൈസയെങ്കിലും മാറ്റി വെച്ച് 100 രൂപ കിട്ടി, മിനിമം 20 രൂപ 25 രൂപയെങ്കിലും 20% ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. അല്ലാതെ നമ്മുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടാക്കുന്ന മറ്റുള്ളവരുടെ ബാധ്യതയല്ല, ഫാമിലിയുടെയും ബാധ്യതയല്ല, നമ്മുടെ തന്നെ ബാധ്യത. ഓരോ ഹസ്ബൻഡ്, വൈഫ് അല്ലെങ്കിൽ കുട്ടികൾ, ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടാക്കേണ്ട ബാധ്യതയല്ല. ഫസ്റ്റ് ഡേ മുതൽ തന്നെ അതിനുവേണ്ടി ഒരു സർപ്ലസ് മാറ്റി വയ്ക്കുക. നമ്മുടെ ഈ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന രീതി എന്ന് പറഞ്ഞാൽ 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മാക്സിമം ഒരു 80 രൂപ ചിലവാക്കി നമ്മൾ നീഡ്സ് ഉണ്ട്, വാണ്ട്സ് ഉണ്ട്, അത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ട്, അത്യാവശ്യം ഇല്ലാത്ത കാര്യം. ഇതിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം തിരിച്ചറിഞ്ഞ് അതിലേക്ക് ആദ്യം പൈസ മാറ്റി വയ്ക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് മിച്ചം വരുന്നതിനെ ഈ പറഞ്ഞ എന്താണ് നമ്മുടെ വാണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ സ്പെൻഡിങ് ആണ് ആദ്യം ചെയ്യുന്നത്, നമ്മൾ നേരെ തിരിച്ച് ചെയ്യണം. അപ്പോൾ സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, സീരിയസ് ആയിട്ട് അതിനു വേണ്ടി ചിന്തിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് അയാൾ ആദ്യം ആ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ, സാലറി അല്ലെങ്കിൽ ഒരു ഇൻകം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് ഇൻവെസ്റ്റ് ചെയ്യുക. സേവിങ്സിൽ വെച്ചിട്ട്, സേവിങ്സ് പറഞ്ഞാൽ അത് വലിയ ഗ്രോത്ത് ഒന്നും കിട്ടില്ല, അതിങ്ങനെ സർപ്ലസ് ആയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. അതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അത് ഗ്രോ ചെയ്യൂ. സീഡ് വെച്ചതുപോലെയാണ്. ഒരു സീഡ് ഇരുന്നാൽ, ഒരു വിത്ത് വെച്ചിരുന്നാൽ അത് വളരില്ല. നമ്മളതിനെ വിതച്ച് വെള്ളം ഒഴിച്ച് അതിനെ പരിപാലിച്ചാൽ മാത്രമേ. അതുപോലെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യണമെങ്കിൽ ഈ സേവിങ്സിന് പൈസ മാറ്റി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അസറ്റിലേക്കൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കൺസൾട്ട് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ അൺസർട്ടൺ സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടും ബാധ്യതകളില്ലാതെ ഫ്യൂച്ചറിൽ നമ്മൾ ലൈഫ് സ്മൂത്തായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ടും പറ്റുള്ളൂ. നമ്മുടെ ഈ ഇടത്തരം ഫാമിലീസിൻ്റെ ഇടയിൽ എപ്പോഴും നമ്മൾ ഒരു സംസാര വിഷയമാണ്. ഇപ്പോൾ ശമ്പളം വാങ്ങുന്നവർ, അവർക്ക് കൃത്യമായി ഒരു എമൗണ്ട് മാത്രമേ ഓരോ മാസവും കിട്ടുള്ളൂ. അപ്പോൾ ആ തുക അവർക്ക് തികയുന്നില്ല. ഒരു 20-ാം തീയതി അല്ലെങ്കിൽ 25-ാം തീയതി കഴിയുമ്പം ക്യാഷ്ലെസ് ആകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതും ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ഒരു ഭാഗമല്ലേ? ഇതും കൂടി നമ്മൾ ഓവർകം ചെയ്യേണ്ടതല്ലേ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു സാഹചര്യമാണ് എങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ മറികടക്കുക? ഫിനാൻഷ്യൽ ഫ്രീഡം ശരിക്കും പറഞ്ഞാൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. നമുക്കൊരു 5 മിനിറ്റിലോ 10 മിനിറ്റിലോ ഒരു ഫുൾ ഡേ എടുത്തു കഴിഞ്ഞാലും തീരാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫാമിലിയിൽ സ്കൂൾ ഡേയ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം, ഫാമിലികളുടെ ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. മണി മാറ്റേഴ്സ് വീടുകളിലൊന്നും സംസാരിക്കുന്ന രീതിയില്ല, എസ്പെഷ്യലി മലയാളികളുടെ സംസാരിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ തുടങ്ങുന്ന മുതൽ തീരുന്നവരെ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോകുന്നത്. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ ചൈൽഡ്ഹുഡ് ഡേയ്സ് മുതൽ ഇപ്പം ഒരുപാട് ബാക്കിലേക്ക് നമ്മുടെ പാരൻസ് പറഞ്ഞു തരണം, അവരുടെ പാരൻസ് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഇനി നമ്മൾ കാണുന്ന ആ ഏറ്റവും അടുത്ത ജനറേഷൻ ആ കുട്ടികളടുത്ത് പറഞ്ഞു തുടങ്ങും. സ്കൂൾ സിലബസിലൊന്നും മണി മാറ്റേഴ്സ് ഒന്നും പഠിപ്പിക്കുന്നില്ല. അപ്പം അവിടെ ആ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് പഠിപ്പിച്ച് തുടങ്ങി പൈസ വന്നു കഴിഞ്ഞാൽ
നമ്മൾ പോക്കറ്റ് മണി കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ കൺസർവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആഗ്രഹം തോന്നിയ സാധനം വാങ്ങണം, നമ്മുടെ പോക്കറ്റ് മണി ഇരിപ്പുണ്ട്, ഇമ്മീഡിയറ്റ്ലി വാങ്ങാതെ കുറച്ച് ദിവസത്തേക്ക് അത് ഒരു 48 hours അങ്ങനെ ഒരു റൂൾ വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തു. ഒരു ആമസോണിലൊരു പ്രോഡക്റ്റ് കണ്ടത് വാങ്ങാൻ ആഗ്രഹം തോന്നി. അപ്പോൾ എനിക്കതൊരു 48 hours വെയിറ്റ് ചെയ്ത് 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് വലിയ അത്യാവശ്യമുള്ള കാര്യമല്ല, ഇനി അത് ഇമ്മീഡിയറ്റ്ലി വാങ്ങേണ്ട കാര്യമൊന്നും. ഈ പൈസ കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ചിലപ്പോൾ നമ്മളൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യും, നമ്മൾ AI പഠിക്കാനോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനോ, നമ്മുടെ തന്നെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം യങ്സ്റ്റേഴ്സ് ഇടയിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാലറി കിട്ടുന്ന അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരുന്നതിന് മുന്നേ തന്നെ ഇവർ കൊളീഗ്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ കടമൊക്കെ മേടിച്ച് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ നിന്നൊക്കെ ബോറോ ചെയ്യാൻ പറ്റുന്നതൊക്കെ മാക്സിമം പേഴ്സണൽ ബോറോയിങ് ഒക്കെ ചെയ്തിട്ട് വണ്ടി അല്ലെങ്കിൽ മൊബൈല്, ഇന്റർനാഷണൽ ടൂർ, ഫസ്റ്റ് മന്ത് സാലറി മേടിച്ചിട്ട് ഇന്റർനാഷണൽ ടൂർ പോയ യങ്സ്റ്റേഴ്സും എനിക്ക് നമ്മുടെ ക്ലയൻസ് കമ്മ്യൂണിറ്റിയിൽ പലരും പിന്നീട് അത് പറയും, വേണ്ടായിരുന്നു, ആവശ്യമില്ലാതെ പൈസ ചിലവാക്കി കളഞ്ഞു, ഈ പണി എപ്പോൾ പോകുന്നൊരു പിടിയില്ല, ജോലി ഏത് സമയത്തും നഷ്ടപ്പെടാമല്ലോ, എംപ്ലോയർ അല്ലേ തീരുമാനിക്കുക, എംപ്ലോയിക്ക് അത് അറിയാൻ പോലും പറ്റില്ല. അപ്പം അങ്ങനെയുള്ളൊരു അൺസർട്ടൺ റിസ്ക് എപ്പോഴും കിടപ്പുണ്ട്. എല്ലാവരുടെ ലൈഫിൽ അത് വരാനുള്ള സാധ്യതകളുണ്ട്. വരാതിരിക്കട്ടെ, എല്ലാവർക്കും നല്ല വരുമാനം ഉണ്ടായി, ഇൻഫ്ലേഷൻ കുറയട്ടെ, ഈ പറഞ്ഞ ക്രൂഡലിൻ്റെ വില കുറയട്ടെ, യുദ്ധമൊന്നും ഉണ്ടാവാതെ, ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തൊന്നും ഇത് നിൽക്കണം നിർബന്ധമില്ല. ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാവരുടെ ലൈഫിലും നിർബന്ധമായിട്ട് ഫസ്റ്റ് മന്ത് സാലറി കിട്ടുന്നത് മുതൽ അത് ആഗ്രഹിച്ച് തുടങ്ങേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ട്രീ പ്ലാന്റ് ചെയ്താൽ അതിനകത്ത് ഫ്രൂട്ട് കിട്ടും, നമുക്ക് തന്നെ ഇത് എടുത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. വേറെ ആരും വന്ന് പ്ലാന്റ് ചെയ്ത ട്രീയിൽ നമുക്ക് പോയി ഫ്രൂട്ട് എടുക്കാനുള്ള അവകാശം ഉണ്ടാകും. അപ്പം നമുക്ക് തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയുണ്ട്, ചെറുപ്രായത്തിൽ തന്നെ ആളുകൾ ഈ കടക്കണിയിലേക്ക് പോവുക. ഇപ്പോൾ EMI വഴിയുള്ള കൺസ്യൂമർ ഡ്യൂറബിൾസിൻ്റെ ഒരു അതിപ്രസരം തന്നെയുണ്ട്, ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം ഉണ്ട്. ഇതുവഴിയൊക്കെ ഇങ്ങനെ ആളുകൾ വീണ്ടും വിചാരമില്ലാതെ സ്പെൻഡ് ചെയ്യുന്നത് കാരണം അവർ പോലും അറിയാതെ അവരുടെ പോക്കറ്റിൽ നിന്ന് പണം പോകുന്ന ഒരു സാഹചര്യം, പിന്നീട് ഒടുവിൽ കടക്കണിയിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇതെങ്ങനെയായിരിക്കാം ഈ പ്ലാനിങ്ങിലൂടെ ഒഴിവാക്കാൻ പറ്റുക? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന പല ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആണ്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ പല പല സെഗ്മെൻറ്റുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒത്തിരിയും ടോപ്പിക്കുകൾ. അതിലൊന്നാണ് ഈ പറഞ്ഞ അത് ഈ യങ്സ്റ്റേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം അടുത്ത് വരുന്ന ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്ന യങ്സ്റ്റേഴ്സാണ്, കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു വരുമാനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ ഈ പറഞ്ഞ EMI വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങൽ നിർത്തുക. മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ ഇപ്പോൾ കൊളീഗിൻ്റെ കയ്യിൽ ഒരു ഐഫോൺ ഇരിക്കുന്നു, അത് കണ്ടിട്ട് നമുക്ക് വാങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്, നമുക്കത് വാങ്ങണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കാശില്ല, ഒരു 6-7 മാസത്തെ സാലറിയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് വാങ്ങുന്നെങ്കിൽ കുഴപ്പമില്ല, അതിന് കുറച്ച് സർപ്ലസ് ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ഇവർ തന്നെ പറഞ്ഞു കൊടുക്കും, ഞാൻ EMI വാങ്ങി നിനക്ക് EMI കിട്ടും. അപ്പോൾ ബൈ നോ പേ ലേറ്റർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും നമ്മളിപ്പോൾ വാങ്ങി ആഗ്രഹം സാധിച്ചു, ഒരു പ്രോഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടു, നിർബന്ധമായിട്ട് വാങ്ങിയേ പറ്റും. ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പിന്നെ ഒരു ലൈഫുണ്ട്, റീൽസ് ഇടാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കാനോ വേണ്ടി മറ്റുള്ളവരടുത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. മലയാളികൾക്ക് പ്രത്യേകിച്ച് അത് കുറച്ച് കൂടുതലാണ്. ഞാൻ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് അതുണ്ടെന്ന് തന്നെ കേട്ടിട്ടുണ്ട്. അപ്പം ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഈ ആവശ്യമില്ലാതെ EMI എടുത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ EMI അടയ്ക്കാൻ ഈ കണ്ട ആൾക്കാരൊന്നും വരില്ല, നമ്മൾ തന്നെ അടച്ച് തീർത്തേ പറ്റുള്ളൂ. ഈ ബാഡ് ലോണിലേക്ക് പോകുന്ന കാര്യം ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ ഒരു 6 മാസത്തിന് ശേഷം ഈ കിട്ടിയ ഫസ്റ്റ് ജോലിയാണ്, 6 മാസത്തിന് ശേഷം പെർഫോമൻസ് വീക്കാന്ന് പറയുന്ന കമ്പനി പറഞ്ഞു വിട്ടു. EMI ആരടയ്ക്കും? EMI അടയ്ക്കാനുള്ള പൈസ ഈ നമ്മുടെ കയ്യിൽ സർപ്ലസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മന്ത് മുതൽ നമ്മൾ സർപ്ലസ് മാറ്റി വെച്ചു, EMIക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൈസ നിർത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, സ്ട്രെസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം, അടുത്ത ജോലി കണ്ടുപിടിക്കുന്നവർ. അപ്പം നമ്മൾ ഒന്നുകൂടെ ബാക്കിലോട്ട് പോകേണ്ടി വരും. അതായത് 6 months എങ്കിലും നമുക്ക് ജോലി ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാനല്ല, ഉള്ള അതേ ലൈഫ് സ്റ്റൈലിലെങ്കിലും മിനിമം പോകാൻ വേണ്ടി നമ്മൾ സർപ്ലസ് വെച്ചിട്ട്, അതാണ് കണ്ടിജൻസി ഫണ്ട്, ഒരു എമർജൻസി ഫണ്ട് എന്ന് പറയും. ഒരാളിന് 10,000 രൂപ മാസം വരുമാനമുണ്ട്. ഈ 10,000 രൂപ വെച്ചിട്ട് നമ്മൾ ഒരു 3,000 രൂപയെല്ലാം 30% മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു മോശമില്ലാത്ത പൈസ നമുക്കൊരു 6 മാസമായിട്ട് എത്തിക്കാൻ പറ്റും. ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു 6 മാസത്തെ സാലറിക്ക് തുല്യമായിട്ടുള്ള തുക എന്താണെങ്കിലും കണ്ടിജൻസി എമർജൻസി ഫണ്ടായിട്ട് എല്ലാവരും ഏത് ഏജ് ഗ്രൂപ്പിലും മാറ്റി വെച്ചേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കടക്കണിയിൽ നിന്ന് തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ല. കാര്യം ഗവൺമെൻറ്റിന് ഇതൊരു ലയബിലിറ്റി ആയിട്ട് ഏറ്റെടുത്തിട്ട് അവർക്ക് സെറ്റിൽ ചെയ്യേണ്ട ബാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ നാട്ടുകാരെല്ലാം നല്ല സന്തോഷത്തിൽ ജീവിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരേ ഒരു പാർട്ടി മാത്രമേ കാണത്തുള്ളൂ, അവർ നന്നായിട്ട് നോക്കുന്നുണ്ട്, പിന്നെ പുതിയ പാർട്ടിയുടെ ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക്
ഒന്നും ഈ ഗവൺമെന്റിന്റെ ബാധ്യതയല്ല അത്. ഗവൺമെന്റ് ഈ ഡിസിപ്ലിൻ വരത്തക്ക രീതിയിലുള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങൾ ആ എഡ്യൂക്കേഷൻ സെഗ്മെന്റിൽ തന്നെ സ്റ്റാർട്ട്. ഇതൊന്നും ആരും സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നില്ല. കോളേജിൽ തന്നെ ഇപ്പോൾ കൊമേഴ്സ് ബ്രാഞ്ചിൽ പോലും ഇങ്ങനത്തെ ടോപ്പിക് ഒന്ന് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. കൊമേഴ്സ് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിക്കും കൂടെ ഈ പ്രാക്ടിക്കൽ നോളജ് പലർക്കും ഇല്ലാത്തത് എനിക്ക് മനസ്സിലാക്കും. ഞാനൊരു പല കോളേജുകളിലും ഗസ്റ്റായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയും ഇതൊക്കെ സീരിയസ് ആയിട്ട് നേരത്തെ തന്നെ നമ്മളെ സ്കൂൾ ഡേയ്സ് മുതൽ പറഞ്ഞു തന്നിരുന്നെങ്കിൽ നേരത്തെ കിട്ടിയ പോക്കറ്റ് മണിയൊക്കെ നന്നായിട്ട് നമുക്ക് കൺസർവ് ചെയ്ത് അതിനകത്തൊരു ഇൻകം ഉണ്ടാക്കിയെടുത്ത് അവർക്കും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ കടക്കണിയിൽ വരാതിരിക്കണമെങ്കിൽ ഫസ്റ്റ് മന്ത് മുതലുള്ള വരുമാനത്തിന് ഒരു വിഹിതം മാറ്റി വെച്ച് ഏറ്റവും കുറഞ്ഞത് 20%, 50, 30, 20 എന്നുള്ള റൂളുണ്ട് നമുക്ക്. ഈ നീഡ്സും വാൺസും ഏറ്റവും അത്യാവശ്യം ഇപ്പം വീട്ടിലെ വാടക കൊടുക്കണം, വാടകയ്ക്കാണെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കണം, അതുപോലത്തെ യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കണം, കുട്ടികളുടെ ട്യൂഷൻ ഫീ, കൺവെയൻസ് എക്സ്പെൻസ്, പെട്രോൾ, ഡീസൽ, അങ്ങനത്തെ എക്സ്പെൻസസ്. ഇതിനു വേണ്ടി ഒരു 50% വരെ മാക്സിമം നമ്മൾ മാറ്റി വയ്ക്കാം. ഒരാളിന് ഒരു മാസത്തെ വരുമാനം 10,000 രൂപയാണ്. 5,000 രൂപയിൽ കൂടുതൽ ഇങ്ങനത്തെ നീഡ്സിൻ്റെ ഇതിൽ എക്സ്പെൻസിൽ വരാതിരിക്കാൻ നോക്കണം. വാൺസിന് ഒരു 30% വരെ മാക്സിമം ആവാം. 20% എങ്കിലും നമ്മൾ മിനിമം ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് ഇപ്പം 20s-ലും 30s-ലും 40s-ലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. 50s അല്ലെങ്കിൽ 60s-ലൊക്കെ ജോലി ചെയ്യുന്ന റിട്ടയർ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. 30s ആകുമ്പോഴത്തേക്കും മിഡ് 30s ഒക്കെ ആകുമ്പോൾ പലരും ഇപ്പം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നേരത്തെ റിട്ടയർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, കുറച്ച് സർപ്ലസ് ഉണ്ടാക്കി. അപ്പം പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് ഇടയ്ക്ക് പറയും 2 കോടി രൂപ കിട്ടിയിരുന്നെങ്കിൽ എനിക്കങ്ങ് റിട്ടയർ ചെയ്യാമായിരുന്നു. പുള്ളിയുടെ ആഗ്രഹമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്പനി ഇടയ്ക്കിടയ്ക്ക് ടോർച്ചർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം കാരണമായിരിക്കും പുള്ളി ഇത് പറയാനുള്ള കാരണം. അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ സിറ്റുവേഷൻ ആണ്, അവർ പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം 3-4 ലക്ഷം രൂപ വരുമാനമുള്ള ആളാണ് മാസം വരുമാനം. ഈ വരുമാനത്തിൽ എത്ര രൂപയാണ് ഈ നമ്മൾ 50, 30, 20 പറയുമ്പോൾ പുള്ളി എങ്ങനെയാണ് ഈ പറഞ്ഞ 50%-ന് മുകളിലാണ്, ഈ 20% സേവ് ചെയ്യുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. പലരും ഇതൊന്നും തുറന്നു പറയില്ല. പലപ്പോഴും നമ്മൾ ഈ ആൾക്കാരോട് സംസാരിക്കുന്നു, ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആൾക്കാർ സംസാരിക്കുന്നു, ഈ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാനൊക്കെ മടിയാണ്. എത്ര രൂപ ലോണുണ്ട്, ഇനി എത്ര EMI ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, ഇതൊക്കെ എന്ന് തീരും, നാളെ ഈ ജോലി ഇല്ലാതായാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇതൊക്കെ ചോദിക്കാൻ നമുക്കൊരു മടിയുണ്ട് ചില സമയങ്ങളിലൊക്കെ. എന്നാലും ഞാനത് ചോദിക്കാൻ ശ്രമിക്കാറുണ്ട്. ചില ആൾക്കാർ ഇത് ഹേർട്ട് ചെയ്യും. എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത്, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, എൻ്റെ വരുമാനം നിങ്ങൾ ഫുള്ളായിട്ട് അറിയേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്. ഫാമിലി തന്നെ ചിലപ്പോൾ വൈഫിൻ്റെ സാലറി ചിലപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ പറയില്ല, ഹസ്ബൻഡ് ചിലപ്പോൾ വൈഫിനോട് പറയില്ല ഇത്രയാണ് വരുമാനം, അല്ല ഇൻസെൻറ്റീവ് കിട്ടി, ബോണസ് വന്നു, ഇങ്ങനത്തെ കാര്യം ചിലപ്പോൾ പറയില്ല. കാര്യം ഇവർ വേറെ ഡിമാൻഡുകളായിട്ട് വരും എന്നുള്ള പേടിയിൽ ഇത് പറയാത്തതാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം ഇത് ഈ സ്കൂൾ ഡേയ്സ് മുതൽ തുടങ്ങണം എന്നുള്ളതാണ്. ഗവൺമെൻറ് അതുപോലത്തെ ഇൻ്റർമീഡിയറീസ് ഇൻ്റർഫെയർ ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യണം. സ്കൂൾ ഡേയ്സ് മുതൽ ഫിനാൻഷ്യൽ പ്ലാനിങ് പഠിപ്പിച്ചേ മതിയാവൂ. ഫിനാൻഷ്യൽ ഫ്രീഡം കുട്ടികൾക്കും മനസ്സിലാക്കേണ്ട ഒരു ബാധ്യത. അവർ തന്നെയാണ് അടുത്ത ജനറേഷൻ ജോലി കിട്ടി നമ്മുടെ കൺട്രിയെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ സേവിങ്സ്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അൺനെസസറി സ്പെൻഡിങ് കുറയ്ക്കുക, സൊസൈറ്റിയെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ജീവിക്കാതിരിക്കുക, അല്ലെങ്കിൽ EMI എടുത്തിട്ട് നമുക്കിത് സെറ്റിൽ ചെയ്യാന്നുള്ള തോട്ട്, ജോലി പോയി കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 48 hours എന്നുള്ള റൂൾ എടുക്കാം നമുക്ക്. ഇത് 48 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ ഞാൻ ആഗ്രഹിച്ച സാധനം വാങ്ങാൻ ഉള്ളൊരു ആഗ്രഹം കുറച്ചങ്ങ് മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പം അത്യാവശ്യമുള്ള സാധനമൊന്നുമല്ല. ഈ ഐഫോൺ ഇപ്പം ഇല്ലെങ്കിലും എൻ്റെ കാര്യങ്ങൾ നടക്കും. ഈ ഐഫോൺ മേടിച്ച് 1.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തു. EMI ചിലപ്പോൾ 2 വർഷം കൊണ്ട് തീരില്ല, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ജോലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ജോലി സാലറി ഒരു ഡിപ്രീസിയേഷൻ വന്നു, ഡിസ്കൗണ്ട് ചെയ്തു, ലേ ഓഫ് വന്നു, ജോലി കുറച്ച് ദിവസം പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു, ഹെൽത്ത് എമർജൻസി വന്നു. ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ കണ്ട് നമുക്ക് വരുമാനത്തിനുള്ള പ്രശ്നങ്ങൾ, ക്യാഷ് ഫ്ലോ കുറയാം, പിന്നെ എടുത്ത EMI അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാം. ഇങ്ങനെ എൻഡ് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ വല്ലാത്തൊരു കുഴിയിലേക്കായിരിക്കും. ബാധ്യത സ്വയം ഉണ്ടാക്കി വയ്ക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കുക. മറ്റുള്ളവരെ ലൈഫ് കണ്ട് നമ്മളത് ഫോളോ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ നോക്കുക. അതാണ് ബെസ്റ്റ് ചോയ്സ്. ഈ സമൂഹം, നമ്മുടെ സമൂഹം നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ മാറുന്നുണ്ട്. ഒരു 30 വർഷത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ ആൾക്കാർ വീട് വയ്ക്കുന്നത് എപ്പോഴും ജോലിയിൽ വളരെ വലിയ സർവീസ് ഉള്ളവർ, അതിനുശേഷം അല്ലെങ്കിൽ റിട്ടയർ ചെയ്തവർ, അങ്ങനെയൊക്കെ അവരായിരിക്കും വീട് വയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വീട് സ്വന്തമായി പണിതതിന് ശേഷം വിവാഹം എന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. അപ്പോൾ അത് ഒരു നല്ല മാറ്റമാണോ, അത് ഈ EMI ഒക്കെ ഉള്ളത് കൊണ്ടുള്ള ഒരു മാറ്റമാണോ, അത് യഥാർത്ഥത്തിൽ സസ്റ്റൈനബിൾ ആണോ? യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അത് ഫാമിലിയിൽ നിന്നുള്ളൊരു പ്രഷറാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാര്യം നീ ഒരു വീടൊക്കെ വെച്ചതിന് ശേഷം, ചില ഫാമിലി ആവാം, കൊളീഗ്സിൻ്റെ ഇടയിൽ നിന്നാണ്, ഞാൻ വീടൊക്കെ വെച്ചതിന് ശേഷമാണ് ഒരു വണ്ടിയും വാങ്ങി, കാറും ബൈക്കും എല്ലാം മേടിച്ചു, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മാരേജിലേക്ക് വന്നത്. അപ്പം
സെൽഫ് സഫിഷ്യൻ്റ് ആവുക എന്നുള്ളൊരു കാര്യം കൂടെ. അപ്പോൾ അത്യാവശ്യം വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാതെ അവരുടെ വീട്ടിൽ പോയി താമസിക്കാതെ നമുക്ക് ഇൻഡിവിജ്വൽ ഒരു ഫ്ലാറ്റ് മേടിച്ചു, അല്ലെങ്കിൽ വേറൊരു വീട് മേടിച്ചു, ഒരു വില്ല മേടിച്ചു, അവിടെ നമുക്ക് സമാധാനമായിട്ട് താമസിക്കാൻ വേറെ ആരും ശല്യം ചെയ്യാം, അമ്മ പോരോ അല്ലെങ്കിൽ അപ്പൻ പോരോ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ചില പല കാരണങ്ങളുണ്ടാവും അവരങ്ങനെ ചിന്തിക്കും. ഇപ്പോൾ യങ്സ്റ്റേഴ്സിനെ കുറ്റം പറയാനും പറ്റില്ല, അവരുടെ ആഗ്രഹങ്ങൾ, എല്ലാവരുടെ ആഗ്രഹങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ ഫാമിലിയിലെ പ്രഷർ ഉണ്ടോ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാര്യം കല്യാണത്തിന് മുമ്പേ ഒരു സ്ഥിര വരുമാനം, ഈ സ്ഥിര വരുമാനം എന്നുള്ളൊരു കാര്യം നിർബന്ധമാണ്. അത് നമ്മൾ ഫാമിലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. കാര്യം പണ്ടത്തെ ഫാമിലികൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ കല്യാണത്തിന് മുന്നേ തന്നെ, ഇപ്പൊ ജോലി കിട്ടിയ ഉടനെ തന്നെ ഒരു സ്ഥിര വരുമാനം ആയി എന്ന് വീട്ടുകാർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടുകാർ പിടിച്ച് ഒരു കല്യാണം കഴിപ്പിച്ചു. ചിലപ്പം പറ്റുമെങ്കിൽ ഒരു വീടും കൂടെ ലോൺ എടുത്ത് മേടിപ്പിക്കും. ഡിസിപ്ലിനായിട്ട് ഈ പൈസ അടച്ചോണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അങ്ങനെ ഒരു ശീലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വീടൊക്കെ വാങ്ങാൻ നോക്കും, അൺനെസസറി സ്പെൻഡിങ് കുറച്ച് കൂടുതലാണ്. അപ്പം പ്ലാനിങ് ഉണ്ടോ? ഇപ്പോൾ ഇന്നലെ കൂടെ എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ഒരു mid-30s അവരോട് സംസാരിക്കുമ്പോൾ അവരൊരു ഫ്ലാറ്റ് മേടിക്കുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ റെൻറ്റ് മന്ത്ലി അടച്ചു കൊടുക്കുന്നതിന് പകരം കുറച്ചും കൂടെ പൈസ കിട്ടി കഴിഞ്ഞാൽ അവർക്കൊരു ഫ്ലാറ്റ് മേടിക്കാം, ഒരു റീസണബിൾ ബഡ്ജറ്റിന് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു പേടിയാണ്, ഈ ജോലി നിന്ന് പോയി കഴിഞ്ഞാൽ, ഒരു ക്യാഷ് ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ നമ്മൾ ഇതൊക്കെ റിയൽ ലൈഫിൽ നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യും. ഇപ്പോൾ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ കൺസൾട്ടൻസ് മാത്രമല്ല ഈ ബാധ്യത ഏറ്റെടുക്കേണ്ടത്. സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാം. നമ്മളിതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് മാത്രം പറഞ്ഞ് നമ്മളങ്ങനെ നടക്കുന്നില്ല. പക്ഷേ മറ്റുള്ളവർക്കും ഈ കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഇവൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ ഇവൻ്റെ EMI അടയ്ക്കാൻ ആരും വരില്ല. വീട് വാങ്ങിയതിന് ശേഷം കല്യാണമൊക്കെ നല്ലത് തന്നെയാണ്. കാര്യം കുറച്ചും കൂടെ സൊസൈറ്റിയിൽ ഒരു വാല്യൂ കിട്ടും. മറ്റുള്ള തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു 5 ബെഡ്റൂമുണ്ട്, ഒരു 6 വാഷ്റൂമുണ്ട്, ബാത്റൂമുണ്ട്, 2 കാറുണ്ട്, ഇപ്പം മാസത്തിൽ 2 തവണ ഫോറിൻ ടൂർ പോകും. ഇങ്ങനത്തെ കാര്യം, ഇത് ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസം. വരുമാനം തുടങ്ങുമ്പോൾ തന്നെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല. 23 വയസ്സിൽ എത്ര വലിയ ആഗ്രഹങ്ങളിലേക്ക് പോകും. ലൈഫ് തുടങ്ങണേലേ ഉള്ളൂ. ഈ വന്ന വരുമാനം ശരിക്കും പറഞ്ഞാൽ EMI അടച്ച് തീർത്ത് അവന് ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തുടങ്ങാതിരിക്കുക. അതായത് നമ്മൾ വരുമാനം വരുമ്പോഴത്തേക്കും അത് ഒരു മിനിമം ഒരു 20% മാറ്റി വെച്ച് 40% മുകളിൽ, അല്ലെങ്കിൽ 30-35 ആണ് പറയുന്നത്. നേരത്തെ 40 എന്ന് പറയുന്നത്. 40% മുകളിലോട്ട് നമ്മുടെ മൊത്ത വരുമാനത്തിൽ നിന്ന് EMIക്ക് വേണ്ടി അല്ലെ ലോണുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാതിരിക്കുക. 30-35% വരെ മാത്രമേ ലോണുകൾക്ക് വേണ്ടി നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യാവുള്ളൂ. മൊത്ത വരുമാനത്തിൽ 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 35 രൂപ വരെ നമുക്ക് EMIക്ക് വേണ്ടി യൂസ് ചെയ്യാം. 50 രൂപ എന്താണെങ്കിലും 50% എന്താണെങ്കിലും മന്ത്ലി നമ്മുടെ എക്സ്പെൻസസിന് വേണ്ടി മാറ്റുക. 50, 30, 80, 85%. പിന്നെ കഷ്ടിച്ച് 15-20% മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വേണ്ടി വരുന്നുള്ളൂ. അതും സേവ് ചെയ്ത് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ മടിച്ച് നിൽക്കും. ഇരിക്കുന്ന സർപ്ലസ് വെച്ച് പിന്നെ സ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പലപ്പോഴും പോവാറില്ല. അപ്പോൾ അതിനൊരു ടെക്നിക്ക് പറയാം നമുക്ക്. ഈ നമ്മുടെ സാലറി വരുന്ന ആ ആഴ്ചയിൽ തന്നെ, അല്ല ആ ദിവസം തന്നെ, 1-ാം തീയതി സാലറി കിട്ടും നോക്കിയാൽ 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയ്ക്ക് നമ്മൾ SIP അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്ത് വെക്കാം. മ്യൂച്വൽ ഫണ്ടിലെ SIP ആണെങ്കിൽ 2-ാം തീയതി SIP ഡിഡക്റ്റ് ചെയ്യുമെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള പൈസയല്ലേ ചിലവാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചിലവ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കുഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഈ SIPയുടെ കാര്യം പറയുമ്പോഴാണ്, അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു വൈഡ് നോളജ് സമൂഹത്തിന് ഉണ്ടാവണമെന്നില്ല. എല്ലാവരും നിക്ഷേപം അല്ലെങ്കിൽ മാറ്റിവെക്കണം എന്നൊക്കെ പറയുന്നത് ബാങ്ക് ഡെപ്പോസിറ്റിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക. പലരും അത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ മാറ്റിവെക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ SIP പോലെയുള്ള രീതികൾ, അത് എത്രമാത്രം ഗുണം ചെയ്യും? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഏത് നമ്മൾ ബാങ്കിൽ റെക്കറിങ് ഡെപ്പോസിറ്റ് ചെയ്യും, RD, പോസ്റ്റ് ഓഫീസിൽ RD ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിട്ടി കൂടുന്ന ആൾക്കാരുണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ ഓഹരികളിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റെഗുലറായിട്ട് ചെയ്താൽ ലോങ് ടൈം അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വെരി ഷോർട്ട് ടൈമാണ് നമ്മൾ ഈ പറഞ്ഞ RD എന്ന് പറയുന്നത്, FD എന്ന് പറയുന്ന അസറ്റുകൾ. FDയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പൈസയാക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമിലേക്ക് പാർക്ക് ചെയ്താലും ഏത് സമയത്തും നമുക്ക് അതിനകത്തൊരു ലിക്വിഡിറ്റി ഉണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് പൈസ എടുക്കാം. എന്നാൽ മാർക്കറ്റിൽ വരുന്ന ഒരു അപ്സ് ആൻഡ് ഡൗൺസും കൂടെ ഈ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ ബാധിക്കാറുണ്ട്. അപ്പോഴും മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഒരു അൺസർട്ടൺ സിറ്റുവേഷനൊക്കെ വന്നാൽ ഓഹരി വിപണിയിൽ വരുന്ന ചാഞ്ചാട്ടങ്ങളെ ബാധിക്കാത്ത രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പം പല കാറ്റഗറിയായിട്ട് തിരിച്ച് ഓരോരുത്തരുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജിൽ ഡിഫറെൻ്റ് ഇതായിരിക്കും.
അപ്പം ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ടായിരിക്കും ഈ പറഞ്ഞ റിസ്ക് കൂടുതലെടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ SIP തുടങ്ങിയിട്ടുണ്ടാവും, ഓഹരി അധിഷ്ഠിത കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ചില ആൾക്കാർ ബോണ്ടിൽ, കടപ്പത്രങ്ങളിൽ, ചിട്ടി, FD, ബാങ്ക് ഡെപ്പോസിറ്റ്സ് മാത്രം ചെയ്തു പോകുന്ന ഒരുപാട് ആൾക്കാർ. അതൊരു നമ്മുടെ റേഷ്യോ നോക്കിയാൽ മോർ ദാൻ ഒരു 80% എന്ന് പറയാം കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി. അപ്പം ബാങ്ക് ഡെപ്പോസിറ്റ് കൊണ്ടൊന്നും ഒരാളുടെ ലൈഫിൽ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇൻഫ്ലേഷൻ ഒന്നും ഒരിക്കലും ബീറ്റ് ചെയ്യത്തില്ല. അതായത് പണപ്പെരുപ്പം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ 6 അല്ല 6.5 അല്ല 7% താഴെയുള്ള വരുമാനം വെച്ച് ബാങ്ക് FD വെച്ചിട്ട് നമ്മൾ എങ്ങനെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പൈസ മാറ്റി വയ്ക്കും. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ നേട്ടം കിട്ടുന്ന അസറ്റ് ക്ലാസസിനെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഈ ഇൻഫ്ലേഷനേക്കാളും താഴെ ഉള്ള വരുമാനത്തിന് സേവിങ്സ് എന്ന് പറയാം. ഇത് സേവിങ്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ 2-3% ബാങ്കിൽ നിന്ന് റിട്ടേൺസ് കിട്ടുള്ളൂ. വെറുതെ പാർക്ക് ചെയ്തിരിക്കുന്ന പൈസ കൺസർവ് ചെയ്ത് വെച്ചിരിക്കുക, അതിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണില്ല. ബാങ്ക് ആ പൈസ യൂസ് ചെയ്യുന്നുണ്ട്, അവർ ലോണൊക്കെ കൊടുത്ത് ചെറിയൊരു വിഹിതം ഇവർക്കും കൂടെ കൊടുക്കും. ബാങ്കിന് 7% കിട്ടുമ്പോൾ ഈ ഡെപ്പോസിറ്റ് വെച്ചിരിക്കുന്ന, ഡെപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റില്ല, സേവിങ്സിൽ മിച്ചം കിടക്കുന്ന പൈസയ്ക്ക് 2-2.5% ആയിരിക്കും ഈ പാവത്തിന് കിട്ടുന്നത്. അതുകൊണ്ട് പലരും ശ്രദ്ധിക്കാറൊന്നുമില്ല. ഞങ്ങളുടെ ഒരു കസ്റ്റമർ തന്നെ, ഒരു ക്ലയൻറ്റ്, ഒരു ഡോക്ടറാണ്, ആളുടെ സാലറി വരുന്നത് ഈ സേവിങ്സ് അക്കൗണ്ടിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ്. ലക്ഷങ്ങളാണ് സാലറി. ഒരു പ്രൊഫസറാണ്. ആൾക്കൊരു എനിക്ക് തോന്നുന്നു 4 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാസ വരുമാനമുണ്ട്. ഏതാണ്ട് ഒരു 70-80 ലക്ഷം രൂപ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കും. ഈ സേവിങ്സ് അക്കൗണ്ടിൽ പലപ്പോഴും 1 crore മുകളിലും പൈസ എത്തിയിട്ടുണ്ട്. പലപ്പോഴും ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കും, ഇൻകം ടാക്സിന്റെ റിട്ടേൺസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ടുവരും. നോക്കുമ്പോൾ പലപ്പോഴും സേവിങ്സ് അക്കൗണ്ടിന്റെ ഇൻട്രസ്റ്റ് തന്നെ ഒരു ടാക്സ് കൊടുക്കേണ്ട ബാധ്യത, അല്ലെങ്കിൽ തന്നെ അവർ ഏറ്റവും ഹയർ ടാക്സ് ബ്രാക്കറ്റിൽ നിൽക്കുകയാണ്. 30% ആണ്, 30% അവരുടെ ടാക്സ് സ്ലാബ് നിൽക്കുന്നത്. ഈ ഒരാൾ ഒരിക്കലും സേവിങ്സ് അക്കൗണ്ടിൽ പൈസ കൊണ്ടുവിടരുത്. എന്തായാലും ഒരുപാട് ടാക്സ് കൊടുക്കുന്നുണ്ട്, ഗവൺമെൻറ് ടാക്സ് കൊടുക്കുന്ന നല്ല കാര്യം. ഒരു ലോവർ ബോട്ടം നിൽക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്കൊക്കെ ഒരുപാട് ബെനിഫിറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ കിട്ടിക്കഴിയും, കൂടുതൽ കിട്ടിയാൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും, എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റ് കുറച്ചുകൂടി ബെറ്റർ ആവും, ആൾക്കാരുടെ പെൻഷൻ എമൗണ്ട് കൂടും, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പം ഈ സർപ്ലസ് പൈസ കിടക്കുന്നത് നമ്മൾ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ മാത്രം വെച്ചിരിക്കാതെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കുറച്ചും കൂടെയൊക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതിലൊന്നാണ് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പൂളിംഗ് ഓഫ് ഫണ്ട് ഫ്രം ഡിഫറെൻറ്റ് ഇൻവെസ്റ്റേഴ്സ്. ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർ അതിനെ മാനേജ് ചെയ്ത് നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരേ ഒരു ഒബ്ജക്റ്റീവ്. ആ ഒരു ഒബ്ജക്റ്റീവിൽ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് മാനേജർ വർക്ക് ചെയ്യുന്നത്. ആർക്കും ഏറ്റവും ചെറിയ എമൗണ്ട് മുതൽ 1000 രൂപ മുതൽ ഈവൻ 100 രൂപ മുതൽ പോലും ഇപ്പോൾ SIPകൾ ഉണ്ട്. മൈക്രോ SIP എന്ന് പറയും. 1000 രൂപ 500 രൂപ വെച്ചിട്ട് മാസം തോറും ഇൻവെസ്റ്റ് ചെയ്ത്, ഇപ്പം 5000 റുപ്പീസ് വെച്ചിട്ട് മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, 23 വയസ്സിൽ ജോലി കിട്ടിയ ഒരാൾ, ആൾ റിട്ടയർ ചെയ്യുന്ന ഒരു 30 വർഷത്തിന് ശേഷമായിരിക്കും. ആ സമയത്ത് ഒരു 3-4 കോടി രൂപയൊക്കെ മിനിമം ഇയാളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഉണ്ടായിരിക്കണം. നോർമൽ കോഴ്സിൽ നമ്മൾ നോക്കിയാൽ പോലും അത്രയും റിട്ടേൺസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലാതെ SB അക്കൗണ്ടിലോ FDയിൽ ഇട്ടാലോ ഈ 3-4 കോടിയൊന്നും ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. വെറുതെ പൈസ മാറ്റി വയ്ക്കുകയല്ല, അത് എന്താണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ പൈസ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട് പോലെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് കേരളത്തിൽ പൊതുവെ അത്ര പോപ്പുലർ അല്ല. അത് പൈസ പോകുന്ന ഏർപ്പാടാണ് എന്നാണ് പലരും പറഞ്ഞു വരുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ കാലം പുരോഗമിക്കും തോറും അതിലൊരു മാറ്റം വരുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പറയുന്ന ഒരു നമ്മൾ പൊതുവെ കേൾക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഏതാണ്ട് വളർന്നു കഴിഞ്ഞു, ഇനി അങ്ങോട്ട് വളരില്ല, അത് ഇനി താഴോട്ടേ പോകുള്ളൂ എന്ന് ചില ഒരു വർത്തമാനവും വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്? ഇത് എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണോ അതോ ഇതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇത് മിഥ്യാധാരണ എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. അത് അങ്ങനെ ഒരു ചാൻസ് ഒന്നുമില്ല. കാര്യം ഇപ്പം ഒരു കമ്പനി ലാർസൻ ആൻഡ് ടൂബ്രോ അല്ല റിലയൻസ് ഇൻഡസ്ട്രീസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, നമുക്കറിയാവുന്ന നമ്മുടെ ചുറ്റുമുള്ള വലിയ കമ്പനികൾ, അല്ലെങ്കിൽ നല്ല നേട്ടം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള വളർന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ മാരുതി, അപ്പം ആ കമ്പനികളുടെയൊക്കെ വരുമാനം കൂടുന്നതിനനുസരിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കുള്ള നേട്ടം കിട്ടും എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. സിമ്പിൾ ലോജിക്കാണ് ഇതൊക്കെ. ശരിക്കും ബാങ്കിൽ FD ഇട്ടാൽ ഈ FD ഇടുന്ന പൈസ കൊണ്ട് ബാങ്ക് എന്താ ചെയ്യുക? ഈ പൈസ സൊസൈറ്റിയിൽ ആൾക്കാർക്ക് ലോണായിട്ട് തിരിച്ചു കൊടുത്ത് പല പല ലോണുകളുണ്ട്. ഗോൾഡ് ലോൺ ഉണ്ടാവും, ബിസിനസ് ലോൺ ഉണ്ടാവും, എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ ഉണ്ടാവും. ഇതിലൂടെ ബാങ്ക് ഒരു വരുമാനം ഉണ്ടാക്കും. ബാങ്ക് ബിസിനസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലാഭവിഹിതം ഈ പറഞ്ഞ ഈ ഡെപ്പോസിറ്റ് വെച്ചിരിക്കുന്ന FD ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാത്രം ഒരു കേസ് സ്റ്റഡി ആയിട്ട് മാത്രം പറയാം. SBIയിൽ ഇൻവെസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്. SBIയുടെ ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടൈമിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ദിവസം കൊണ്ട്
പെട്ടെന്നൊരു കോടീശ്വരനായി മാറാമെന്നുള്ള ധാരണയിലൊന്നും ഒരിക്കലും ഒരു അസറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാറ്, അത് എഫ് ഡിയിലും കിട്ടില്ല. അപ്പം ഈ പറഞ്ഞ കമ്പനികൾ, ഈ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് ഇത് പബ്ലിക്കിന് തന്നെ തിരിച്ച് പല ലോണുകളായിട്ട് കൊടുത്ത് അതിൽ നിന്നൊരു വരുമാനം ഇൻട്രസ്റ്റ് ആയി തിരിച്ചു വാങ്ങി അതിൻ്റെ ഒരു വിഹിതം മാത്രമാണ് ഈ ഡെപ്പോസിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ബാങ്ക് വരുമാനം ഉണ്ടാക്കുന്നത് കൊണ്ടാണല്ലോ ഈ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, ബാങ്ക് ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ഒരു വിഹിതം നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അത് എന്താണെങ്കിലും ഈ പറഞ്ഞ എഫ് ഡി ഇൻട്രസ്റ്റിനേക്കാളും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സിനേക്കാളും കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഡി ഇടുന്ന അല്ല 6% എഫ് ഡി ഇട്ട് വെച്ചിരിക്കുന്നതാണെങ്കിൽ ബെറ്ററാണ്. നമ്മൾ അതിൻ്റെ തന്നെ ഒരു ഓഹരി, അല്ലെങ്കിൽ ഓഹരിയിൽ ഡയറക്റ്റ് വാങ്ങാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനത്തെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇപ്പം ഡിഫറെൻറ്റ് ഏജിൽ, ഇപ്പം ചെറിയ ഏജിലെന്നല്ല വലിയ ഏജിലാണ് ആൾക്കാർ, മലയാളികൾ പലപ്പോഴും ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് റിട്ടയർ ചെയ്തതിന് ശേഷം ഹൈ റിസ്ക് അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കണ്ടിട്ടുള്ളത്. അപ്പം സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഒരു ക്ലയൻറ്റ്, ആള് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടാൻ സാധ്യതയുള്ളതെന്ന് എവിടെയൊക്കെ വായിച്ചിട്ട്, ഒരു മാഗസിൻ്റെ പേരും പോലെ സമ്പാദ്യം, അവിടെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ഒരുപാട് ചാൻസസ് ഉണ്ട്. പക്ഷേ എൻ്റെ ജോലി തിരക്കിനിടയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പലരും പറയുന്നത് കേട്ടായിരുന്നു, ജോലി തിരക്കിനിടയിൽ തന്നെ പലരും ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് വേണ്ടി സമയം മാറ്റി വെച്ചില്ല. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് പൈസ വെച്ചിരിക്കും എന്ന് പറയാൻ പറ്റും, കൺസർവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓഹരി അല്ലെങ്കിൽ കമ്പനികളുടെ കയറ്റം കാണുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. ഒരു സാച്ചുറേഷൻ ലെവൽ എത്തിയെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ലോകത്ത് ഒരു മാർക്കറ്റിനെയും US മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു, ഇന്ത്യൻ മാർക്കറ്റ് കയറുന്നു, നമ്മുടെ ചുറ്റുമുള്ള പല രാജ്യങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ പല കാരണങ്ങളുണ്ട്. ഡൊമസ്റ്റിക് ആയിട്ടുള്ള പല കാരണങ്ങളിലും മൈക്രോ എക്കണോമിയിലുള്ള ചേഞ്ചസിനനുസരിച്ച് പല സ്റ്റോക്ക് മാർക്കറ്റുകളിലും കമ്പനികളുടെ ഓഹരികളിലൊക്കെ വ്യത്യാസങ്ങൾ വരും. കമ്പനിയുടെ ലാഭം കുറയുമ്പോഴത്തേക്ക് ഓഹരികളുടെ പ്രൈസ് കുറച്ച് കുറയാനുള്ള സാധ്യത. അതുകൊണ്ട് കമ്പനി നിർത്തിപ്പോയി പിന്നെ അതൊരിക്കലും ഗ്രോ ചെയ്യില്ല എന്നൊന്നുമില്ല. മാരുതി ഒരുപാട് വണ്ടികൾ വിൽക്കുന്നു. കോമൺ മാനിന് മനസ്സിലാക്കുക, റോഡിൽ ഇറങ്ങി നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ വണ്ടി വിൽക്കുന്ന കമ്പനി ഏതാണ്. 10 വണ്ടികൾ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 5ഓളം വണ്ടികൾ മാരുതി തന്നെ ആയിരിക്കണം, ഇന്ത്യൻ മേക്ക് മാരുതി തന്നെ ആയിരിക്കണം മിക്കവാറും. പിന്നെ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെ വണ്ടികൾ തന്നെ പിന്നെ TVS ഉണ്ട്, മഹീന്ദ്ര ഉണ്ട്, ഹീറോ ഉണ്ട്, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. ഹുണ്ടായി ഉൾപ്പെടെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ലോകത്തുള്ള പല കമ്പനികളുടെ ഇന്റർനാഷണൽ പ്രസൻസ് ഉള്ള കമ്പനികളുടെ ഓഹരികളിൽ പോലും ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിലൊന്ന് ഈ നെസ്ലെ ഉണ്ട്, ഹ്യുണ്ടായി ഉണ്ട്, അങ്ങനെ ഒത്തിരി കമ്പനികളുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട്, പവർ സെക്ടറിലുള്ള കമ്പനികളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് എത്തി. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ നേരിട്ട് അനലൈസ് ചെയ്തൊന്നും ചെയ്യാനുള്ള സമയമില്ലാത്ത ആൾക്കാർക്ക് പ്രൊഫഷണലായിട്ട് രീതിയിൽ മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പം ഒരുപാട് പ്രാക്ടിക്കൽ ടെസ്റ്റിംഗ് എല്ലാം നടത്തി കമ്പനികളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ നോക്കി ഫിസിക്കലി ഫാക്ടറികളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് അതിനുശേഷമാണ് പല ഫണ്ട് മാനേജേഴ്സും പലപ്പോഴും ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഏതൊക്കെ കമ്പനികളിൽ ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ എത്ര ശതമാനം വീതം അലോക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫാക്ട് ഷീറ്റ് എല്ലാം പബ്ലിഷ് ചെയ്യും. അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഇൻഡിവിജ്വൽസിന് ഈ പറഞ്ഞ അനലൈസ് ചെയ്യാനായിട്ടുള്ള ബാധ്യതയില്ല. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സർപ്ലസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ നല്ല ഫണ്ടുകൾ കിട്ടാൻ വേണ്ടി ഗൈഡൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ അപ്രോച്ച് ചെയ്താൽ അവർ നല്ല ഫണ്ടുകളെ കുറിച്ചൊക്കെ സജസ്റ്റ് ചെയ്യും. SIPയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ റെഗുലറായിട്ട് ഡിസിപ്ലിനായിട്ട് നമുക്ക് ലോങ് ടൈം അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വേറെ വേർഷനാണ് നമ്മുടെ RD എന്ന് പറയുന്നത്, ചിട്ടി എന്നൊക്കെ പറയുന്നത്. അത് ഡിഫറെൻ്റ് ആ ടോപ്പിക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇതാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നിരവധി വഴികൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മളൊന്നും അത് കാണുന്നില്ല. അത് നേരെ ചൊവ്വേ പണം മാറ്റിവെക്കുക എന്നതിലുപരി ബുദ്ധിപരമായി മാറ്റിവെക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് അത്, അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് അത് എത്രയും വേഗം നമ്മളെ നയിക്കുകയും ചെയ്യും. നമസ്കാരം.